ഈ വഴിയിലൂടെയൊക്കെ ദേ ആനപ്പിണ്ണ് കിടക്കുന്നുണ്ടോ? കണ്ടോ, കാടിനുള്ളിലൂടെയുള്ളൊരു വഴിയാണേ. കാടിന് നടുക്കൊരു ചെറിയൊരു അമ്പലമുണ്ടേ. ആനയുടെ ശല്യം രൂക്ഷമായൊരു ഇടം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആനച്ചൂരടിക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ ആനച്ചൂരടിക്കുന്നുണ്ട്. എവിടെ നിന്ന് ആന വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മലയാറ്റൂർ മലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? എന്നാൽ മലയാറ്റൂരിൽ ആരും അധികം അറിയാത്ത, ആരും അധികം കയറാത്ത ഒരു മലയിലേക്കുള്ള യാത്രയിലാണ് ഇന്നത്തെ സ്റ്റോറി ലൈൻ കടന്നു പോകുന്നത്. ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൽപ്പാറയെക്കുറിച്ച്? മലയാറ്റൂരിലുള്ള കോൽപ്പാറ, ആ കോൽപ്പാറയിലേക്കാണ്, ആ കോൽപ്പാറ മലയിലേക്കുള്ള യാത്രയിലാണ് ഇന്നത്തെ സ്റ്റോറി ലൈൻ. ഹായ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഹെർമിറ്റ്സ് ആശ്രമ പരിസരത്താണ്. കോൽപ്പാറ മലയിലാണ് ഈ ഹെർമിറ്റ്സ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഈ കോൽപ്പാറ മല സ്ഥിതി ചെയ്യുന്നത് മലയാറ്റൂർ മലയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. ദാ ഈ റോഡ് കണ്ടില്ലേ? ഇത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് കേട്ടോ. ശ്രീ ബെന്നി ബെഹനാൻ MP വികസന ഫണ്ടിൽ നിന്നാണ് ഈ ഒരു റോഡ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എവർഗ്രീൻ കോൽപ്പാറ റോഡ് എന്നുള്ള പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. വീതി കുറവാണ്, ഒരു 4 വീലർക്ക് വരാൻ പറ്റുന്ന വീതിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഒരു 4 വീലർ വന്നാൽ സൈഡ് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കോൽപ്പാറ മലയിലേക്കുള്ള ഈ വഴി ചെന്ന് കയറുന്നത് ദാ ഹെർമിറ്റ്സ് ആശ്രമ പരിസരത്താണ്. ഈ വഴിയിലൂടെ വലത്ത് ഭാഗത്തേക്ക് തിരിയുന്ന വേറൊരു വഴിയുണ്ട്. ഇതൊരു അമ്പലത്തിലേക്കുള്ള വഴിയാണ്. വൈകുണ്ഠപുരം ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രം കോൽപ്പാറ. ഈ സ്ഥലം ഇല്ലിത്തോടാണ്.
പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ എബ്രാഹാം മോർ സേവേറിയോസ് തിരുമനസ്സുകൊണ്ട് സ്ഥാപിച്ച ആശ്രമമാണ് ഇത്. അഭിമന്യ തിരുമനസ്സിൻ്റെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കരിയാടിലുള്ള പീസ് മിഷൻ സെൻറ്റർ എന്ന് പറയുന്ന ക്യാൻസർ പാലിയേറ്റീവ് കെയർ. അവർ സൗജന്യമായിട്ട് ക്യാൻസർ രോഗികൾ അവരുടെ ലാസ്റ്റ് സ്റ്റേജിൽ പരിചരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനുശേഷം അഭിമന്യ തിരുമേനി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സെൻറ്റ് ഇഗ്നേഷ്യസ് ഹെർമിറ്റ്സ് എന്നു പേരുള്ള ഈ സ്ഥാപനം. ഇത് സെൻറ്റ് ഇഗ്നേഷ്യസ് ന്യൂറോനോയുടെ നാമധേയത്തിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഇവിടുത്തെ രീതികൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടുള്ള കാര്യം, പ്രാർത്ഥനയും ധ്യാനവും. ഇവിടെ ആർക്കും വരാം, നാനാജാതി മതസ്ഥരായ ആർക്കും ഇവിടെ വരാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ഇവിടെ താമസിക്കണമെങ്കിൽ അതിന് തക്കതായ സൗകര്യങ്ങൾ ഹട്ടുകളായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ദിവസവും യാമപ്രാർത്ഥനകൾ മുടങ്ങാതെ നടക്കുന്നു. അതുകൂടാതെ മാസത്തിൽ അവസാനത്തെ ശനിയാഴ്ച രാവിലെ 7:30 പ്രാർത്ഥനയും 8 മണിക്ക് പരിശുദ്ധ കുർബാനയും തുടർന്ന് 10 മണി മുതൽ ധ്യാന ശുശ്രൂഷയും നടത്തപ്പെടുന്നു. അതിൽ നിരവധി വിശ്വാസികൾ വന്ന് പങ്കുകൊള്ളുകയും ചെയ്യുന്നു. അഭിമന്യ തിരുമനസ്സ് ആഴ്ചയിൽ 2-3 ദിവസം ഇവിടെ രാത്രിയും പകലും താമസിക്കുന്നു. കൂടാതെ ഇവിടെ ഒരു അച്ഛനുണ്ട്, റോജിൻ എന്നുപേരുള്ള ഒരു അച്ഛനുണ്ട്. അച്ഛൻ എല്ലാ ദിവസവും ഇവിടെ രാത്രിയും പകലും താമസിക്കുകയാണ്. അതുപോലെ ഇവിടെ നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് കടന്നു വരുന്നുണ്ട്. ഇത്രയുമൊക്കെയാണ് സ്ഥാപനത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. സമയം കിട്ടുമ്പോൾ ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരെയും ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. ലോകം മുഴുവനിലും സഭയിലും ആൾവൻ തനയിലും ശരി. വൈകുന്നേരം അടിപൊളിയായിരിക്കുമല്ലോ. ഈ രാവിലെ തന്നെ ഒരു പ്രത്യേക സുഖം ഉണ്ടാവില്ല. രാവിലെ വരാറുണ്ടോ? ഉച്ചയ്ക്ക് രക്ഷയില്ല. ഇതാണ് എൽദോസ് അച്ഛൻ പറഞ്ഞിട്ടുള്ള അച്ഛൻ്റെ പേര്? എൻ്റെ പേര് യോഹന്നാൻ. യോഹന്നാൻ അച്ഛൻ. ഇപ്പം എത്ര നാളെ ഇവിടെ? ഞാൻ ഇപ്പോൾ ഇവിടെ തുടക്കം മുതലുണ്ട്. 2 കൊല്ലം ഉണ്ടല്ലേ. ആനയുടെ ശല്യം ഉണ്ടോ അവിടെ? ഇടയ്ക്ക് അങ്ങനെ വന്നു പോകും എന്നല്ലാണ്ട് വേറെ വലിയ ശല്യമായിട്ടൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ കയറലോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, നല്ല ആംബിയൻസ് ഒന്നുമല്ല രാവിലെ ആംബിയൻസാ. ഈ പകലിനേക്കാളും കൂടുതലും രാത്രിയാണ് കുറച്ചും കൂടി. അത് ശരി. ഇതായിട്ട് കോടയൊക്കെ ഇറങ്ങാറുണ്ടോ? കോട ഇറങ്ങാറുണ്ട്. അതിപ്പോ പകലും നല്ല മഴ പെയ്യുന്ന ദിവസമാണെങ്കിൽ അങ്ങനെ ഇറങ്ങാം. കോട വരും. പ്രാർത്ഥന ജീവിതമൊക്കെ അങ്ങനെ? പ്രാർത്ഥന ജീവിതം കുഴപ്പമില്ല. പ്രാർത്ഥനകളാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. ഒത്തിരി പേര് വരാറുണ്ടോ? ആൾക്കാർ വരാറുണ്ട്, നിൽക്കാനായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. നമ്മുടെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നൊക്കെ വരാറുണ്ട്. ദൂരെ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ അങ്കമാലി സൈഡും വരാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും കണ്ടതിൽ വലിയ സന്തോഷം. ശരിയാണ്. ഓക്കെ.
കിണറാണ്. കാടിന് നടുവിലൂടെ കുറച്ചിങ്ങനെ നടന്നു. റബ്ബർ കാടാണ് കേട്ടോ. റബ്ബർ കാടാണെങ്കിലും തൊട്ട് ചേർന്ന് കാട് കാണും. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമാണ്. ഇവിടെ നിൽക്കുമ്പോഴേ ആനച്ചൂരടിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ആനച്ചൂരടിക്കുന്നുണ്ട്. ആനയ്ക്കുള്ള ഇടമാണ്. എവിടെ നിന്ന് ആന വരണമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും അധികം നേരം ഞാനിവിടെ നിൽക്കുന്നില്ല. മറ്റു പല കാഴ്ചകളും നിങ്ങൾ കാണിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഇതിങ്ങനെ കോൺക്രീറ്റ് വഴി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ റബ്ബർ കാടിനുള്ളിലൂടെ. ഭയങ്കര രസമാണ്. മലയാറ്റൂരിൻ്റെ ഹിഡൻ പ്ലേസുകളിൽ ഒന്നാണ് കേട്ടോ അത്. കോൽപ്പാറയാണ്. കോൽപ്പാറയിലെ കാഴ്ചകളാണ് സ്റ്റോറിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാടിന് നടുക്കൊരു ചെറിയൊരു അമ്പലമുണ്ടേ. ആ അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ ഒന്ന് പോയി നോക്കാനേ. വല്ലപ്പോഴും ഒരിക്കലാണ് ഈ അമ്പലത്തിൽ പൂജ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആനയുടെ ശല്യം രൂക്ഷമായൊരു ഇടം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ പോകുന്നത്. ശ്രദ്ധിച്ചാണ് പോകുന്നത്.
ഈ ഇടത്തോട്ടേക്ക് പോകുന്ന മൺ റോഡാണ്. ഈ മൺ റോഡിലൂടെ നേരെ പോയാൽ കുളം ഉള്ള സ്ഥലത്ത് എത്തിച്ചേരും. ഒരു ചെറിയൊരു പാറക്കുളമാണ്. ഈ ഹെർമിറ്റ്സ് ആശ്രമത്തിൻ്റെ ചുറ്റും കാടാണ് കേട്ടോ. തൊട്ട് താഴെ കയറി വരുന്ന വഴി നിറച്ചും കാട് എന്ന് പറയാൻ പറ്റില്ല, അത് റബ്ബർ കാടുകളാണ്. ടാപ്പിങ്ങൊക്കെ ഉള്ള റബ്ബർ കാടുകളാണ്. ഈ റബ്ബർ കാടിൻ്റെ ഉള്ളിലൂടെയാണ് ചെറിയ ചെറിയ ഹെയർപിൻ വളവുകൾ താണ്ടി ഈ കോൺക്രീറ്റ് റോഡും മറികടന്ന് കോൽപ്പാറ മലയിലേക്ക് എത്തിച്ചേരുന്നത്. എപ്പോഴും മഴയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴ വന്നും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് എൽദോസ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ശനിയാഴ്ചകളിലാണ്, മാസാവസാനമുള്ള ശനിയാഴ്ചകളിലാണ് ഇവിടുത്തെ ആശ്രമത്തിലെ പ്രാർത്ഥനാ കാര്യങ്ങളെന്ന് അച്ഛൻ പറയുകയുണ്ടായി. പക്ക കാടിൻ്റെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഈ വഴിയിലൂടെയൊക്കെ ദേ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഈ ആനപ്പിണ്ടം ഇച്ചിരി പഴക്കം വന്ന ആനപ്പിണ്ടമാണ്. ആരും അധികം പോവാത്ത കാട്ടുവഴിയാണ്. വല്ലപ്പോഴും ഒരിക്കൽ ജീപ്പ് പോകുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അധികം നേരം നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഇതാണ് പാറമടക്കുളം. പണ്ടെങ്ങും പാറ പൊട്ടിച്ച ഒരിടം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിനകത്ത് വെള്ളമുണ്ട്. കണ്ടില്ലേ ഹെർമിറ്റ്സ് സന്യാസ ആശ്രമത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഹെർമിറ്റ്സ് ആശ്രമ ദേവാലയം നിലനിൽക്കുന്നത് കോൽപ്പാറ മലയിലാണ്. ഈ കോൽപ്പാറ മല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മലയാറ്റൂർ മലയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. മലയാറ്റൂർ മലയുടെ കിഴക്ക് ഭാഗത്തുള്ള കോൽപ്പാറ മലയിലാണ് ഹെർമിറ്റ്സ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഹെർമിറ്റ്സ് ആശ്രമത്തിന് എത്തുന്ന വഴിക്ക് വലത്തുവശത്തായിട്ട് ഒരു അമ്പലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ അമ്പലത്തിൻ്റെ പേര് വൈകുണ്ഠപുരം ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അമ്പലമാണ്. കാടിന് നടുക്കായിട്ടുള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള പൂജ കാര്യാദികളൊക്കെ നടക്കുന്നത് വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഉള്ളൂ. ആ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് ഇലക്ട്രിക് ഫെൻസിൻ്റെ അകത്താണ്. ചുറ്റുപാടും ഇടയ്ക്കിടയ്ക്ക് ആനകൾ വരാറുള്ള ഒരിടം കൂടി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഫെൻസിങ് അവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ ആ ഒരു വഴിയിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ ആനച്ചൂര് എനിക്ക് അടിച്ചായിരുന്നു. അപ്പോൾ ആനച്ചൂര് അടിച്ചെങ്കിലും എനിക്ക് ആനയെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ആ പരിസരത്ത് എവിടെയോ ആനയുണ്ട്. അതുകൊണ്ടാണ് ആനച്ചൂര് കൃത്യമായിട്ട് എൻ്റെ മുകളിലേക്ക് അടിച്ചു കയറിയത്. അപ്പോൾ ഞാനതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ്, ഞാൻ എവിടെയാണ്, നമുക്കറിയില്ലല്ലോ ഇത് എവിടെയാണ് നിൽക്കണേന്ന് പോലും അറിയില്ല. നിറച്ച് പാറകൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് കൊണ്ടേ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നാൽ ആന ഏതാ പാറ ഏതാ എന്നറിയാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഇച്ചിരി റിസ്ക് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങോട്ട് അവിടെ നിന്നില്ല. ഞാൻ പഠിച്ച കോളേജിൽ മറ്റൊരു ബാച്ചിലായിരുന്നാണ്. ആ അച്ഛനുമായിട്ട് ഒരുപാട് നല്ല സൗഹൃദത്തിൻ്റെ ഓർമ്മകളുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുന്നതാണ്. അപ്പോൾ എൽദോസ് അച്ഛനെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പാറമല എന്ന് പറയുന്നത് മലയാറ്റൂരിലാണെങ്കിൽ പോലും മലയാറ്റൂരിൽ വരുന്ന ആളുകൾക്ക് ഈ ഒരു കോൽപ്പാറ മലയെക്കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കണമെന്നില്ല.